മലങ്കര മാർത്തോമോ സുറിയാനി സഭ അടൂർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. അനുഗ്രഹ ലഹരി വിമോചന കേന്ദ്രവും അടൂർ ഭദ്രാസന യുവജന സഖ്യവും സംയുക്തമായാണ് കൂട്ടയോട്ടവും സമ്മേളനവും സംഘടിപ്പിച്ചത്. അനുഗ്രഹ ലഹരി വിമോചന കേന്ദ്രവും അടൂർ ഭദ്രാസന യുവജന സഖ്യവും സംയുക്തമായാണ് ലഹരിക്കെതിരെ കൂട്ടയോട്ടവും സമ്മേളനവും സംഘടിപ്പിച്ചത്. അടൂർ ഇമാനുവൽ മാർത്തോമാ പള്ളിയുടെ മുന്നിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം അടൂർ KSRTC കോർണറിൽ സമാപിച്ചു. തുടർന്ന് പൊതുസമ്മേളനം നടത്തി. അടൂർ SHO ശ്യാമുരളി കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ നേരിട്ടറിയാവുന്നതാണ്, ഒരു ഫാമിലി പൂർണ്ണമായിട്ടും മദ്യത്തിൻ്റെ പേരിൽ തകർന്ന് തരിപ്പണമായി വല്ലാത്തൊരവസ്ഥയിലാണ് സ്റ്റേഷനിലെത്തിയത്. അദ്ദേഹത്തിനെ നമ്മുടെ തന്നെ മലയാളപ്പുഴയുള്ള നവജീവനിൽ കൊണ്ടാക്കുകയും അവരുടെ ഫാമിലി ഇപ്പം സന്തോഷമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ലഹരി പുതിയ തലമുറ മുഴുവൻ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നമ്മൾ ഇപ്പോഴെങ്കിലും മുൻകൈയെടുത്ത് ഇതിനെ തടഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഒരു തലമുറ പൂർണ്ണമായിട്ട് തന്നെ ഇല്ലാതായിപ്പോകും. പൊതുസമ്മേളനത്തിൽ റവറന്റ് മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. അടൂർ DYSP G സന്തോഷ് കുമാർ മുഖ്യ സന്ദേശം നൽകി. നമ്മൾ പരസ്പരം എങ്ങും യാത്ര ചെയ്യാതെ വീടുകളിൽ അടച്ചിട്ട് സാമൂഹ്യ അകലം പാലിച്ച ഈ സമയത്ത് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്ക് ലഹരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചതുകൊണ്ടുള്ള മരണങ്ങൾ, അത് അപകടമായിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, ആത്മഹത്യയായിക്കോട്ടെ, അതിൻ്റെ ലോകത്തിലുള്ള മരണനിരക്ക് 80 ലക്ഷമായിരുന്നു എന്ന്. ലോകം മൊത്തം അതീവ ശ്രദ്ധയോടെ കാത്ത കാലത്ത് വൈറസിനേക്കാൾ അല്ലെങ്കിൽ കോവിഡിനേക്കാൾ നമുക്ക് ലോകത്ത് മരണം നൽകിയത് തന്നെ ഈ ലഹരിയാണ് എന്ന് ആലോചിക്കുക. എക്സൈസ് ഓഫീസർ ഹരീഷ് കുമാർ V, റവറന്റ് ബേബി ജോൺ, ബിനു P രാജ്, ഉണ്ണി, ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് പാവനാടകവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അടൂർ.